ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ഈദ്. എല്ലാവരും ഈദ് നല്ലോണം ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ഡേറ്റ് ഏപ്രിൽ 11th ഒരു അടിപൊളി മൂവി വിനീത് ശ്രീനിവാസൻ്റെ മൂവി റിലീസാവുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. സോ മൂവിൻ്റെ പേര് വർഷങ്ങൾക്ക് ശേഷം. സോ ഈ മൂവിയാണ് ഞങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. സോ ഇവിടെ ധന മോൾ പറഞ്ഞ മോളിൽ എപ്പിക് സിനിമ ഉണ്ട്, അവിടെയാണ് ഞങ്ങൾ മൂവി കാണാൻ പോകുന്നത്. സോ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കുറേ ട്രീസൊക്കെ കാണുന്നുണ്ട്. സോ ഇവിടെ ആണ് നഴ്സറി. ശരിക്കും നല്ല അടിപൊളിയായി നഴ്സറി കാണാൻ വേണ്ടിയിട്ട്. ഈ നഴ്സറീൻ്റെ അരോമ ഗാർഡൻ അങ്ങനെയാണ് പേര്. ഈ റോഡിൻ്റെ രണ്ട് സൈഡും നമുക്ക് കുറേ നഴ്സറീസ് ഉണ്ട്. കുറേ ചെറിയ പ്ലാന്റ്സ്, ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ ഇത് ധനമോളിലേക്ക് പോകേണ്ട ആ റൂട്ടിൽ തന്നെയാണ്. ധനമോളിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ആക്ച്വലി ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അതിൻ്റെ ലിങ്ക് ഞാൻ തരാം. ഇത് നല്ലൊരു മോളാണ്, നല്ല സ്പേഷ്യസ്, നല്ല അടിപൊളി മോളാണ്. ഇപ്പം ജസ്റ്റ് റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു 2-3 years ആയിട്ട് ഉണ്ടാവും അത് ഓപ്പൺ ആയിട്ട്. ഇപ്പം അവിടെ എപ്പിക് സിനിമയും പിന്നെ ലുലു ഓൾറെഡി അവിടെ ഉണ്ട്. പിന്നെ കുറേ ഷോപ്പിംഗ് ചെയ്യാൻ കുറേ ഇങ്ങനെ ഷോപ്സൊക്കെ അവിടെ ഇപ്പം ഓപ്പൺ ആയിട്ട് ഉണ്ട്. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട്. നിങ്ങൾക്ക് ബോർഡ് കാണാം, ധന മോൾ. സോ ഇപ്പം ഇവിടെ ഒരു വലിയൊരു റൗണ്ട് എബൌട്ട് ഉണ്ട്. എന്നിട്ട് നമുക്ക് പാർക്കിങ്ങിലേക്ക് കയറാം. അപ്പോൾ ഈ ജംഗ്ഷൻ്റെ പേര് അൽ ഫറൂഖ് ജംഗ്ഷൻ ആണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ലുലുവിൻ്റെ ബോർഡൊക്കെ ഉണ്ട്. ഇത് അൽ ഫറൂഖ് ജംഗ്ഷൻ. സോ ഇപ്പം ഞങ്ങൾ മോളിൻ്റെ എൻട്രൻസിൽ കയറാൻ പോകുന്നതാണ്. സോ ഇപ്പം ആക്ച്വലി ഇവിടെ ഇപ്പം ഈദിൻ്റെ ഒക്കെ ഹോളിഡേയ്സ് ആയതുകൊണ്ട് നല്ല റഷാണ്. നിങ്ങൾക്കിപ്പം ഇവിടെ വീഡിയോയിൽ തന്നെ കാണാം, കുറേ കാർസൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നല്ല റഷ് ഉണ്ട്. സോ അങ്ങനെ ഞങ്ങൾ A12 ഗേറ്റ് നമ്പർ 2ൻ്റെ മുന്നിലാണ് പാർക്ക് ചെയ്തത്. സോ ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഈ മോളിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇപ്പം ഈദായതുകൊണ്ട് ഇവിടെ ഡെക്കറേഷൻസും ഒക്കെ ഉണ്ട്. സോ കുറേ നല്ല ലൈറ്റിങ്സും അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം വീഡിയോയിൽ കാണാം. ഇവിടെ ഇപ്പം കാണാം നിങ്ങൾക്ക് എപ്പിക് സിനിമ. സോ ഈ എപ്പിക് സിനിമ ഇവിടെ സ്റ്റാർട്ടായത് May 2023 അതിൻ്റെ മുന്നിൽ ഇവിടെ ധന സിനിമ തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം ലുലുവിൻ്റെ സ്നാക്സ് സെൻറ്റർ ഇവിടെ കയറി. ഇവിടെ ചാട്ട് വാല പറഞ്ഞിട്ട് ഒരു സ്നാക്സ് സെൻറ്റർ ഉണ്ട്. സോ നമുക്ക് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് സിനിമ കാണാൻ പോകാം അങ്ങനെ വിചാരിച്ചു. ബിക്കോസ് ഓൾറെഡി ലഞ്ച് കഴിച്ചിട്ട് സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് സ്നാക്ക്, പിന്നെ സിനിമ തീരുമ്പോൾ അറ്റ്ലീസ്റ്റ് 8 o'clock ആവും. സോ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഷേവ്പൂരിയും പിന്നെ ഭേൽപൂരിയും ഓർഡർ ചെയ്ത് അവിടെ തന്നെ ഇരുന്ന് നമുക്ക് കഴിക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്കിപ്പം കാണാം ഈദിൻ്റെയും വിഷുവിൻ്റെയും എല്ലാം ഡെക്കറേഷൻസൊക്കെ ഉണ്ട്. കുറേ ഡ്രസ്സസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഷോപ്പിങ്ങൊക്കെ ചെയ്യാം. അവിടെ ഉള്ളിൽ വിഷുവിൻ്റെ എല്ലാ സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. സോ മെയിൻ ഞങ്ങളിവിടെ വന്നത് എപ്പിക് സിനിമയിൽ ഞങ്ങളുടെ പുതിയ മൂവി കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഇനിയിപ്പം നമുക്ക് എപ്പിക്സിൻ്റെ കുറച്ച് നല്ല കാഴ്ചകൾ നമുക്ക് ഇനി കാണാം. സോ ഇതാണ് എപ്പിക്സ് സിനിമ തിയേറ്റർ. ഇതിൻ്റെ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെയാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ. പിന്നെ ഇവിടെ ഡയറക്റ്റ്ലി കാർഡ് വെച്ചിട്ട് നമുക്ക് ടിക്കറ്റ്സ് എടുക്കാം, ഓൺലൈൻ ബുക്കിംഗ് എടുക്കാം, പിന്നെ നേരിട്ട് പോയിട്ട് ടിക്കറ്റ് കൗണ്ടറിനും ടിക്കറ്റ്സ് എടുക്കാം. സോ അതെല്ലാം ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ആസ് പെർ യുവർ കൺവീനിയൻസ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം, അങ്ങനെ നിങ്ങൾക്ക് ടിക്കറ്റ്സ് ഇവിടുന്ന് എടുക്കാം. പിന്നെ കുറേ ഓഫേഴ്സും ഉണ്ട്. സ്റ്റാൻഡേർഡ് ചാർട്ടേഡിന് ഇപ്പം 50% ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ വേറെ STCൻ്റെ എല്ലാം കുറേ ഓഫേഴ്സ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് നെറ്റിൽ ചെക്ക് ചെയ്യാനേ ഉള്ളൂ.
വേറെ ലാംഗ്വേജസിൻ്റെ മൂവീസും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ബുക്ക് ചെയ്തത് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ചാർട്ടേഡിൻ്റെ ത്രൂ ആണ്. ഇപ്പം ഇന്നലെ തൊട്ടിട്ടാണ് ഇവിടെ ഒരു 50% ഡിസ്കൗണ്ട് തുടങ്ങിയത്. സോ അത് വെച്ചിട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. സോ ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ഇത് ആക്ച്വലി ഇത് സീലിംഗ് ആണ്. അപ്പോൾ സീലിംഗിൽ ലൈറ്റ്സ്, ക്യാമറ, ആക്ഷൻ എല്ലാത്തിൻ്റെ ബോർഡ്സ് ഉണ്ട്. സോ അത് തന്നെ ഒരു കാണുമ്പോൾ നമുക്ക് നല്ല രസമല്ലേ. പിന്നെ ഫ്ലോറിങ്ങും അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ ഈ ഒരു വാളിൽ കാണുമ്പോൾ എല്ലാ പിക്ചറിൻ്റെ മെയിൻ ഒരു ഡയലോഗ്സ് അതെല്ലാം അവർ ബോർഡിൽ ഇങ്ങനെ ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളി അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ അതിന് മസ്ലിയ പറയാം, അതൊരു അറബിക് സ്റ്റൈൽ സീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അങ്ങനെ ടിക്കറ്റ്സ് എടുക്കാനും പോപ്കോൺ എന്തൊക്കെയാണ് ഫുഡ് വേണ്ട അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. സോ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അവിടെ. അവർ ഞങ്ങളുടെ ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് ഞങ്ങൾ വിടും. സോ പിന്നെ ഫുഡ്സൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിയിട്ട് പോകാം. ഇവിടെ ഇപ്പം ആടുജീവിതത്തിൻ്റെ ഒരു ട്രെയിലർ അങ്ങനെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇനി മൂവിയും കാണണം. സോ ഇതാണ് ഒരു നല്ല രസമല്ലേ സീറ്റിംഗ്. എനിക്ക് മെയിൻലി ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇനി ഉള്ളിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാം. ഞങ്ങളുടെ ഇപ്പോൾ ഈ സിനിമ ഓടുന്നത് സ്ക്രീൻ 1-ലാണ്. സോ അവിടെയാണ് നമുക്ക് പോകേണ്ടത്. എനിക്ക് തോന്നുന്നു ഫുള്ളായിരിക്കും ഇത് തിയേറ്റർ. കുറേ പേരിങ്ങനെ വരുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഞങ്ങളുടെ സീറ്റൊക്കെ ഞങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്കിപ്പം വീഡിയോയിൽ തന്നെ കാണാം, നല്ല സീറ്റ്സൊക്കെയാണ്, നല്ല റീക്ലൈനർ ചെയർ പോലെയൊക്കെ സ്റ്റൈൽ അതിലാണ്. പിന്നെ നല്ലൊരു തിയേറ്റർ ആയിരുന്നു. നല്ല ഒരു എയർ സർക്കുലേഷനൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ഞാൻ ഒരിങ്ങനെ റൗണ്ട് എടുത്തിട്ട്, ബിക്കോസ് ആൾക്കാർ ഇരുന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അവരുടെ പ്രൈവസിയും നോക്കണം. വലിയൊരു സ്ക്രീൻ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സിനിമ കാണാം. സോ തിയേറ്റർ എക്സ്പീരിയൻസ് ഞങ്ങളുടെ നല്ലതായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, വെൽക്കം ടു ദ ഹോം ഓഫ് എപ്പിക്സ് മൂവീസ്. സോ നല്ല ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ മൂവി ആയിരുന്നു. അടിപൊളി മൂവി ആയിരുന്നു. 2 ഫ്രണ്ട്സിൻ്റെ സ്റ്റോറി ആയിരുന്നു. അവരുടെ സ്കൂൾ ലൈഫ് ടിൽ ഓൾഡ് ഏജിൻ്റെ ഒരു സ്റ്റോറിയാണ്. വലിയൊരു ടൈം സ്പാൻ ഈ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു 1970 തൊട്ട് ടിൽ 2024 വരെ നമുക്ക് പറയാം. പിന്നെ ഇവിടെ 2 സെൻട്രൽ ക്യാരക്ടറായി അഭിനയിച്ച ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും സൂപ്പറായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അജു വർഗീസ്, വിനീത് ശ്രീനിവാസൻ, ബാസിൽ ജോസഫ്, നീത പിള്ളെ, പിന്നെ സ്വാമിയായി അഭിനയിച്ച മിസ്റ്റർ മഹേന്ദ്രൻ, അവരെല്ലാവരും നന്നായിട്ട് ഫസ്റ്റ് ഹാഫിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല. നല്ല രസമുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫും കാണാൻ. പിന്നെ ഒരു ഇൻ്റർവെൽ കഴിഞ്ഞിട്ടാണ് മെയിൻ ക്യാരക്ടർ നിവിൻ പോളി വരുന്നത് സെക്കൻഡ് ഹാഫിൽ. അപ്പോൾ അതിലും ശരിക്കും നല്ലൊരു ഹ്യൂമർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിവിൻ പോളിൻ്റെയും നല്ല രസമുണ്ടായിരുന്നു ക്യാരക്ടർ. അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഒരു ന്യൂ ജനറേഷൻ മൂവി. ആക്ച്വലി ആദ്യം മൂവി സ്റ്റാർട്ടായപ്പോൾ 1970യുടെ പീരിയഡ് കാണിക്കുമ്പോൾ ഒരു പിക്ചർ ക്വാളിറ്റി ഗ്രെയിൻസ് ഉള്ള പോലെ നമുക്ക് തോന്നും. അപ്പോൾ അത് വിനീത് ശ്രീനിവാസൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മൂവിയുടെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് 2 ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഫസ്റ്റ് ഹാഫ് എരി ക്യാമറ വെച്ചിട്ടും സെക്കൻഡ് ഹാഫ് സോണീൻ്റെ ക്യാമറ വെച്ചിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത്. ഫസ്റ്റ് ഹാഫിൽ മിക്സിങ് ചെയ്യേണ്ട സമയത്ത് ഡെലിബറേറ്റ് ആയിട്ട് കുറേ ഗ്രെയിൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു 1970ൻ്റെ ഒരു ഒറിജിനാലിറ്റി വിഷ്വൽ സ്ക്രീനിൽ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തത്. ഇത് ആക്ച്വലി ഡയറക്ടറുടെ ഒരു ടെക്നിക്കൽ ബ്രില്യൻസ് തന്നെയാണ്. ഇൻഫാക്ട് വിനീത് ശ്രീനിവാസൻ്റെ എല്ലാ മൂവീസിലും ഈ ടെക്നിക്കൽ ബ്രില്യൻസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഓൾസോ ഈ മൂവിയുടെ മ്യൂസിക് പറഞ്ഞാൽ അടിപൊളി മ്യൂസിക് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം മൂവി ആയിട്ട് നല്ല സിങ്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. മസ്റ്റ് വാച്ച് മൂവിയാണ്. ഇത് സിനിമേൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സിനിമ ആണ്. ഒരു സിനിമ എടുക്കാനുള്ള എഫേർട്സും ഹാർഡ് വർക്കും എല്ലാം ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും.
ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞാൽ ഓൾഡ് ജനറേഷനിൽ മൂവീസൊക്കെ ഇങ്ങനെയാണ് എടുത്തത്, ഇങ്ങനെയാണ് അവർ പിക്ചറൈസേഷനൊക്കെ ചെയ്തത്, അതെല്ലാം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ സെക്കൻഡ് ഹാഫിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ ഇങ്ങനെയാണ് അവർ മൂവീസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്, അതും നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇതിൽ കമ്പാരിസൺ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ഫുള്ളി ഇമോഷണൽ പാക്ഡായ ഒരു സിനിമയായിരുന്നു. ഇമോഷണൽ പറഞ്ഞാൽ നമുക്കിങ്ങനെ കരയാനോ അങ്ങനെയൊന്നുമല്ല, ബട്ട് നല്ലൊരു ഗുഡ് ഫീലിംഗ് തരും. ശരിക്കും നമുക്ക് മനസ്സിലാവും ഒരു മൂവി എടുക്കാനൊക്കെ എന്തൊക്കെ എഫേർട്സും ഹാർഡ് വർക്കും എല്ലാവരും ചെയ്യാറുണ്ട്. സോ നല്ലൊരു ഫീൽ തരുന്ന മൂവിയാണ് എനിക്ക് തോന്നിയത്. ഈ മൂവിയിൽ ധ്യാൻ ശ്രീനിവാസൻ്റെയും പിന്നെ പ്രണവ് മോഹൻലാലിൻ്റെയും ഒരു ഒന്നിച്ചിട്ടുള്ള ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു പണ്ടത്തെ ഞങ്ങളുടെ മോഹൻലാൽ സാറിൻ്റെയോ പിന്നെ ശ്രീനിവാസൻ സാറിൻ്റെയോ ഓരോരോ മൂവീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കുറച്ച് മാനറിസം നമുക്ക് തോന്നും. അതിൻ്റെ എല്ലാം പിന്നെ കുറേ മൂവീസിൻ്റെ കുറച്ച് ഡയലോഗ്സൊക്കെ ഈ മൂവിയിലുണ്ട്. ബട്ട് അത് നമുക്കൊരു ബോറോ അല്ലെങ്കിൽ റിപ്പീറ്റഡോ അങ്ങനെ തോന്നില്ല. അത് നല്ലോണം ഈ മൂവീസിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത ക്യാരക്ടേഴ്സ് അല്ലാത്ത വേറെയും ചെറിയ ടൈമിൽ വന്നു പോകുന്ന വെൽ നോൺ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഈ മൂവിയിൽ ഉണ്ടായിരുന്നു. നീരജ് മാധവൻ, ദീപക്, ഷാൻ റഹ്മാൻ, അശ്വിൻ, കൈലാഷ് ഭഗത്, അസിഫ് അലി ഇവരെല്ലാവരും അടിപൊളിയായിട്ട് അവരവരുടെ ക്യാരക്ടേഴ്സ് അഭിനയിച്ചിട്ട് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഞങ്ങളുടെ അടുപ്പ് പറഞ്ഞാൽ ഈ മൂവി സ്റ്റാർട്ടായപ്പോൾ തന്നെ ഞങ്ങൾക്ക് തലശ്ശേരി കാണാൻ പറ്റി. തലശ്ശേരി കണ്ണൂർ ഭാഗത്തുള്ള കുറച്ച് നല്ല ലൊക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങളൊരു തലശ്ശേരി കണ്ണൂരിലെ ആൾക്കാരാണ്. സോ ഇറ്റ് വാസ് എ വെരി പ്രൗഡ് ഫീലിംഗ് ഫോർ അസ്. സോ ഇതൊരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. സോ ഈ മൂവി ആരും മിസ് ചെയ്യരുത്, എല്ലാവരും പോയി തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. സോ ഈ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഫോർ മോർ വീഡിയോസ്. അൺടിൽ ദെൻ ദിസ് ഇസ് റമീത നിഖിൽ സൈനിങ് ഓഫ്. താങ്ക് യു, ടേക്ക് കെയർ.